ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് വീഡിയോയിലേക്ക് പോവാം. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രേപ്സ് ഉണ്ട്, ഒരു ബനാന ഉണ്ട്, പിന്നെ പപ്പായ, ആപ്പിൾ, പോമഗ്രാനൈറ്റ്, പിന്നെ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത്, പറ്റുവാണെങ്കിൽ ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നമ്മൾ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമുക്ക് നമ്മളുടെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ ഇവിടെ 2 കവർ പാലിന് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. അതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. അപ്പം ഇതിൽ ചിലപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഇനിയും ഷുഗർ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ഇത് ആഡ് ചെയ്യാം. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം അധികം കൂട്ടേണ്ട, ഒരു മീഡിയത്തിലായിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ ആശിഷും നമ്മുടെ കൂടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇളക്കലിൽ താങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അപ്പോൾ ഇവിടെ ഒരു കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ വാനില ഫ്ലേവറിൻ്റെ ആണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് റൂം ടെമ്പറേച്ചറിൽ വെച്ച പാലാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. പാല് ചൂടാവാൻ പാടില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ച സാധാ പാല് തന്നെ ആയിരിക്കണം. ഞാനിതിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച പാല് ഒരു 1/4 കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഫസ്റ്റ് നമ്മളിടുമ്പോൾ ഈ ഒരു പൊടിയിൽ ചെറിയതായിട്ട് കട്ട വരും. അപ്പം അത് നമ്മൾ ഇളക്കി തന്നെ അത് മാറ്റണം. അപ്പം നല്ലോണം സ്റ്റിർ ചെയ്തിട്ട് വേണം ആ കട്ടകൾ മാറ്റാനായിട്ട് കേട്ടോ. ഇതും സ്റ്റിർ ചെയ്യണത് ആശിഷാണ്. അവിടെ കട്ട ഒന്നും ഇല്ലാതെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് വേണം നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടല്ല ആഡ് ചെയ്യേണ്ടത്, കുറച്ചായിട്ട് ആഡ് ചെയ്യുക. കുറച്ചായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് അറ്റ് ദ സെയിം ടൈം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വീണ്ടും നമ്മൾ ആഡ് ചെയ്യാം. മിക്സ് ചെയ്യണം. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഈ പാല് കുറച്ച് തിക്കായിട്ട് വരാം കേട്ടോ. ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഈ ഒരു പാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ പാലായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ കട്ടയായി പോകാനോ ചാൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ആ ഒരു നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സ് കുറച്ചായിട്ട് ഇങ്ങനെ ചൂട് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് തിക്കായി വരുന്നുണ്ട്. ഇവിടെ കസ്റ്റാർഡ് നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ പാലിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച് ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിക്കുവാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് കൂളാവാനായിട്ട് നമ്മൾ വെക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഹീറ്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചൂടിൽ അത് വീണ്ടും കട്ടയാവാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ആ ഒരു കട്ടയാവാനായിട്ട് പാടില്ല.
അപ്പോൾ വേറെ ഒരു ബൗളിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മാത്രം നമ്മൾ ഫ്രൂട്ട്സും പിന്നെ നട്ട്സും ഒക്കെ നമ്മുടെ കയ്യിലുള്ള നട്ട്സും ഒക്കെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ ബൗളിലേക്ക് മാറ്റി. ഇനി ഈ ഒരു മിക്സിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു. ഇവിടെ നമ്മുടെ മിക്സ് ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രേപ്സിൻ്റെ, പൊമഗ്രാനൈറ്റ്, ആപ്പിൾ, പപ്പായ, പിന്നെ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളതുപോലെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയായി. ഇനി ചെയ്യാനുള്ളത് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്തിട്ട് മാത്രം നമുക്ക് സെർവ് ചെയ്യാം.